ഹലോ ഫ്രണ്ട്സ്, ഈ ചെമ്പോട്ടിക്കാണെങ്കിൽ അച്ചാറിടാമെന്ന് കരുതിയിട്ട് കുറേ ദിവസമായി കേട്ടോ. അങ്ങനെ അച്ചാറിടാനൊക്കെ എടുത്ത് കഴുകിയെല്ലാം വെച്ചപ്പോഴാണ് ഒരു മൂഡ് തോന്നിയില്ല, വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റിയത്. അപ്പോൾ അതിനെ വീണ്ടും ഫ്രിഡ്ജിൽ നിറക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നെടുത്ത് കഴുകിയെല്ലാം വൃത്തിയാക്കാമെന്ന് കരുതി അങ്ങനെ കഴുകിയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആ സമയത്താണെങ്കിൽ ഇവിടെ ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് അമ്മ വർക്കേരിയിൽ ഇരുന്നിട്ട് ചക്കയെല്ലാം അരിഞ്ഞ് പെറുക്കി വെക്കുന്നു കേട്ടോ. എൻ്റെ പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അരിയാൻ വേണ്ടി എടുത്തും അപ്പം ഇങ്ങനെ പൊളന്നപ്പം അതിൽ ഇതേ കൂട്ടൊരു കായുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്പോട്ടിക്കെല്ലാം അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ചെമ്പോട്ടിക്ക് കഴിച്ചിട്ട് കുറേ വർഷമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നും അധികം കാണുന്നില്ല ഇത്. അരിഞ്ഞ് വെച്ചിട്ടാണെങ്കിൽ വീണ്ടും ഞാൻ കഴുകാനെടുത്ത്. അപ്പോൾ ഒരു 2-3 വെള്ളത്തിൽ കൂടെ കഴുകാമെന്ന് വെച്ച് അങ്ങനെ കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ച് പിന്നെ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് കടുക് പൊട്ടിച്ചിട്ട് മുളക് അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂട്ടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണേ. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. അച്ചാറല്ലേ, അച്ചാറിന് അധികം വേവേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതേ പൊടി ഐറ്റംസൊക്കെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി അതെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച്, വിനാഗിരിയാണല്ലോ അച്ചാറിന് മസ്റ്റ്. അപ്പോൾ വിനാഗിരി എല്ലാം ഒഴിച്ചിട്ട് പിന്നെ അരിഞ്ഞ് വെച്ച ചെമ്പോട്ടിക്കയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് കായം. അങ്ങനെ ആദ്യം എടുത്ത കായപ്പട്ട തുറന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് കായം കാലി ഹോഗിയ. പിന്നെ രണ്ടാമതെടുത്ത് വേറൊരു കായപ്പട്ട ഒട്ടിക്കുന്ന കണ്ടിട്ട് അതെടുത്ത് അപ്പം അതിനകത്തുണ്ടായിരുന്നു സാധനം. അപ്പം അങ്ങനെ കായം എല്ലാം ആവശ്യത്തിന് കായം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഫസ്റ്റ് അച്ചാർ ഇടുന്നത് തന്നെ. അങ്ങനെ ഇത് ഫസ്റ്റ് ടൈം ഇട്ട അച്ചാറാണ് നമ്മുടെ ചെമ്പോട്ടിക്ക് അച്ചാർ കേട്ടോ. പിന്നെ ഇത് കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലൊന്ന് വിതറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ കഴിഞ്ഞ് നമ്മുടെ അച്ചാറൊക്കെ തണുത്തിട്ടുണ്ട്. നല്ലതുപോലെ തണുത്തതിന് ശേഷമേ ഇത് കുപ്പിലോട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ 2 ചെറിയ തൈരിപ്പട്ട ഞാൻ കഴുകി എടുത്തൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നമുക്ക് ഈ അച്ചാറൊന്ന് മാറ്റാവേ. അങ്ങനെ ഇത് 2 പാട്ടയിലായിട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പാട്ട ഏതാണ്ട് 3/4 ഭാഗത്തോളം ഉള്ളായിരുന്നു. അങ്ങനെ 2 പാട്ടയിൽ നമ്മുടെ അച്ചാർ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയായിരുന്നു, തരക്കേടില്ല. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന അച്ചാർ അപ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി 2 ദിവസം കൂടെ കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ.